ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ എൻട്രി ഓർ കണ്ടിന്യൂവേഷൻസ് എന്താണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഒരു അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവും, ദെൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്, ആ ഒരു 4 hour ക്യാൻഡിൽ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ ഉണ്ടാവുക. ആദ്യം ഒരു അക്യുമുലേഷൻ ക്യാൻഡിൽ ഉണ്ടാവും, ദെൻ ഒരു മാനിപ്പുലേഷൻ. ഇവിടെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ് വെറുതെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് ചിലപ്പോൾ ഒരു ബൈരിഷ് ക്യാൻഡിൽ ആവാം, മാനിപ്പുലേഷൻ ക്യാൻഡിൽ ബുള്ളിഷ് ആവാം. ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഫോർമേഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു 3 ക്യാൻഡിൽസിന്റെ ഒരു ഫോർമേഷൻ. ആദ്യം ഒരു അക്യുമുലേഷൻ ക്യാൻഡിൽ, പിന്നെ ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിൽ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ, പിന്നെ ഇത് കണ്ടിന്യൂവേഷൻ. ഈ ഒരു കണ്ടിന്യൂവേഷൻ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽസിലൊക്കെ എങ്ങനെയാണ് എൻട്രിയും കാര്യങ്ങൾ എടുക്കേണ്ടത്, എന്തൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ നമുക്ക് എൻട്രിയിൽ കയറാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് ഓൾറെഡി നമുക്കൊരു AMD വേണം, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ വേണം. ദെൻ ഒരു ബുള്ളിഷ് ഓർ ബൈരിഷ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ഓർ ബൈരിഷ് ക്യാൻഡിൽ വേണം നമുക്ക്. അപ്പോൾ ഒരു 4 hour ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ ഉണ്ടാവണം. നമ്മൾ POI വരുന്നത് ആ 4 hour ക്യാൻഡിലിൻ്റെ ഉള്ളിലത്തെ 1 hourന്റെ FEG അല്ലെങ്കിൽ ഒരു 50 minute FEG ഉണ്ടായിരിക്കണം, സ്ട്രോങ് ആയിട്ടുള്ള. പിന്നെ നമ്മൾ എൻട്രി മോഡൽസ് എന്ന് പറയുന്നത് 5 minute or 1 minute. അപ്പോൾ ഒരു സ്വീപ്പ് മോഡൽ ബ്രേക്കോ സ്ട്രക്ചർ ആണ്. അപ്പോൾ അത് സ്വീപ്പ് മോഡൽ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇന്റേണൽ ബ്രേക്കോ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്, മുമ്പ് ഞാൻ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ, ആ ഒരു ലോനെ സ്വീപ്പ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സ്വീപ്പ് മോഡൽ ബ്രേക്കോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏകദേശം ഇങ്ങനെ ആയിരിക്കും ആ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, ഇതൊരു BOS ആയിരിക്കും. ദെൻ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു സ്വീപ്പ് മോഡൽ ബ്രേക്കോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എടുക്കാം. ഓക്കെ, ഒരു 4 hour ചാർട്ടാണ്, 4 hourന്റെ ക്യാൻഡിലാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അക്യുമുലേഷൻ ഉണ്ടായി, ദെൻ അതിൻ്റെ ഒരു മാനിപ്പുലേഷൻ ചെയ്തു. ഓക്കെ, മാനിപ്പുലേഷൻ ചെയ്തിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. ഇതാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങൾ എടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു FEG 4 hourന്റെ FEG എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ്, ഒരു സിങ് ഹൈ. അതൊരു ലിക്വിഡിറ്റി ആണ്, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു സിങ് ഹൈ. ഇതൊരു ഇന്റേണൽ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 4 hour ക്യാൻഡിൽ എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് എൻട്രിയും കാര്യങ്ങൾ എടുക്കുന്നത്, എങ്ങനെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ, ഇനി അവിടെ നിന്നൊരു എൻട്രി നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി വരെ നമുക്ക് എൻട്രി ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഒരു ഫിബൊനാച്ചി, അതായത് നമ്മൾ ഫിബ് ആ ഒരു ടൂളും കൂടിയും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിബൊനാച്ചിയുടെ സെറ്റിങ്സും കാര്യങ്ങളും, ഈ ഒരു ഫിബൊനാച്ചി ടൂള് വേണമെന്നില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഏരിയയിൽ, ആ ഒരു ഏരിയയിൽ നമ്മളുടെ ഈ 1 hour ഇംബാലൻസ് അല്ലെങ്കിൽ 1 hour 50 minute FEGയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ആ ഒരു കൺഫർമേഷൻ മാത്രം മതി. ജസ്റ്റ് നമുക്ക് ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനാണ് നമ്മൾ ഈ ഫിബ് യൂസ് ചെയ്യുന്നത്. ഈ ഫിബിൻ്റെ സെറ്റിങ്സ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ ഈ ഫിബിൻ്റെ എല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു നോർമലായിട്ടുള്ള നമ്മൾ എങ്ങനെയാണോ ഒരു ഇത് കിട്ടുന്നത്, അതായത് ഒരു ഫിബൊനാച്ചി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രൈസിൻ്റെ ലെവലും പെർസെൻറ്റേജ് ഒക്കെ റൈറ്റ് സൈഡിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ദെൻ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാ കളറും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ദെൻ വാല്യൂസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പെർസെൻറ്റേജ് വൈസ് പോലെ സിമ്പിളായിട്ട് 0, 30%, 62%, 100%, 75, 50, 25. ആ ഫസ്റ്റ് നോർമലായിട്ടുള്ള ആ ഒരു റേഞ്ചസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു 4 hour ക്യാൻഡിലിൻ്റെ ക്ലോസ്, അതായത് ഈ ഒരു 4 hour ബുള്ളിഷ് ക്യാൻഡിലാണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിലാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ നേരെ 1 hourലേക്ക് വരാം. ഓക്കെ, 1 hourലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം ഒരു 4 hourൻ്റെ റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ ഇടുന്നുണ്ട്. നെക്സ്റ്റ് 4 hour എത്ര മണിക്കാണ്? ഏകദേശം ഒരു 14 മണി. അപ്പോൾ ഇന്ത്യൻ ടൈം എന്ന് പറയുമ്പോൾ ജസ്റ്റ് IST മാറ്റാം. ഓക്കെ, ഓക്കെ അപ്പോൾ 15:30 എന്ന് പറയുമ്പോൾ 2:30 ഏകദേശം. ഓക്കെ, അപ്പോൾ അടുത്തൊരു 2:30 നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ നമ്മുടെ ലണ്ടൻ സെഷൻ്റെ ഓപ്പണിങ് ഒരു റേഞ്ചാണ്, നമ്മളുടെ ആ ഒരു നല്ലൊരു ക്യാൻഡിലാണിത്. അപ്പോൾ നമ്മൾ 1 hourലേക്ക് പോവാണ്. 1 hourലേക്ക് പോകുമ്പോൾ ഓക്കെ, ദെൻ ഒരു ക്യാൻഡിലും കൂടി ഉണ്ടല്ലേ. യെസ്,
നമുക്കിവിടെ 1 ഹവറിൻ്റെ FVGയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, ഫിബൊനാച്ചി ഫിബിൻ്റെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ എന്താണ് ഈ ഫിബൊനാച്ചി? അതായത് ഈ ഒരു ഫിബൊനാച്ചി ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 4 ഹവറിൻ്റെ ക്യാൻഡലിൻ്റെ ഏതാണോ 4 ഹവർ ക്യാൻഡലിൻ്റെ റേഞ്ച്, നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ അറ്റം തൊട്ടാണ് ഈ ഒരു ക്യാൻഡിൽ അതായത് ഇവിടെ നിന്നാണ് ഈ ഫിബ് ഒരു ക്യാൻഡിലാണ് നമ്മൾ ഈ ഒരു സിംഗിൾ ലോ എടുക്കത്തില്ല. ഓക്കെ, ഈ ഒരു ഏതാണോ 4 ഹവർ ക്യാൻഡിൽ, അപ്പോൾ അതിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ആണ് നമ്മൾ ഈ ഫിബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 25 to 35% ആ ഒരു റേഞ്ചിലായിരിക്കും. ഇത് സ്ട്രോങ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇപ്പോൾ ഓൾറെഡി ക്ലോസ് ആയിട്ടുള്ളത് 25ൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 50% ആണ്. ഓക്കെ, 50 അല്ലെങ്കിൽ 62, അപ്പോൾ മാക്സിമം പോയാൽ 75%. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും മാർക്കറ്റ് റിവേഴ്സിൽ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50%-ൽ തന്നെ ഏകദേശം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഒരു 50 മിനിറ്റും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇതൊരു വലിയൊരു ഇംബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് 1 അവർ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പോകുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 2:30 ആകുമ്പോൾ ഒരു ക്യാൻഡിൽ 4 ഹവർ ക്യാൻഡിൽ കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അവറിൻ്റെ ഇംബാലൻസിലോട്ടാണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ 5 മിനിറ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വീപ്പ് മോഡൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഏകദേശം ഇതാണ്, ഒരു ലോ എടുത്തു, ദെൻ ആ ഒരു പ്രീവിയസ് ലോനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ പോകണം. ഓക്കെ, ഏകദേശം ഇതാണ് നമ്മൾ ഇതൊരു സ്വീപ്പ്, ദെൻ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതൊരു സ്വീപ്പാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ദെൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ബ്രേക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ, ഇൻറ്റേർണൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് ഒരു 5 മിനിറ്റിൽ നോക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് SL കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ സ്റ്റോപ്പ് ലോസ് വരുമെങ്കിലും നമുക്ക് ആ ഒരു SLൻ്റെ അളവ് കുറക്കാൻ ഇത് ഉപകാരപ്പെടും. ഇപ്പോൾ 1 മിനിറ്റിലായാലും ചില സമയത്ത് 1 മിനിറ്റിലായിരിക്കും കുറച്ചും കൂടി നല്ല കൺഫിഡൻസ് ആയി 1 മിനിറ്റിലായിരിക്കും ഈ എൻട്രി കാര്യങ്ങൾ പോകുന്നുണ്ടാവുക. ചില ടൈമിൽ 5 മിനിറ്റിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ഉള്ളിലുണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇംബാലൻസിലായിരിക്കും നമ്മൾ എൻട്രി കാര്യങ്ങളും വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൻട്രി. നമ്മൾ തൊട്ടടുത്ത ലിക്വിഡിറ്റി പോയിൻ്റ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു 1:2 സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഏറ്റവും അടുത്ത് കിടക്കുന്ന ആ ഒരു എന്താണ് സിങ് ഹൈ ആണ് നമ്മളുടെ ടാർഗറ്റ് ആയിട്ട് നമ്മളിപ്പോൾ വെക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഏരിയ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എൻട്രി സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ആ എൻട്രി ഏകദേശം നല്ല രീതിക്കാണ് പോയിട്ടുള്ളത്. എല്ലാ സമയവും നമ്മളുടെ ഈ ഒരു എൻട്രി നല്ല രീതിക്ക് പോകണമെന്നില്ല. ചില സമയത്ത് നമ്മൾ ഈ ഒരു എൻട്രി സക്സസ്ഫുൾ ആവും, ദെൻ ഇവിടം വരെയും പോയി ദെൻ മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ് TP ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ അതൊരു 80% 90% പാർഷ്യൽ ചെയ്തിട്ട് പിന്നെ ആ ഒരു എൻട്രി റൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു എൻട്രി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു ബുള്ളിഷാണ് മാർക്കറ്റ്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ദെൻ ഇനി നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഒരു സിങ് ഹൈ ഉണ്ട്, ദെൻ ഇവിടെയും ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്കുള്ള ടാർഗറ്റ്, ഇതൊക്കെ ലിക്വിഡിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇനി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇവിടെ ഒരു 4 ഹവറിൻ്റെ FVG ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ആയിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും മാർക്കറ്റ് ബൈ പോകാനാണ് ചാൻസ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇതൊരു മാനിപ്പുലേഷൻ കഴിഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിലാണ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിബ് വർക്കാണ്. ഇപ്പോൾ ഏകദേശം ഇനി നമുക്കുള്ളത് ഓൾറെഡി 30 to 25 താഴെയാണ് ഇത് മാർക്കറ്റ്, അതായത് ഈ ഒരു 4 ഹവർ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളത്. ദെൻ ഇനിയുള്ളത് 50 and 62 ലെവലുകളാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. അവിടെ നമുക്ക് 1 ഹവറിൻ്റെ FVG ഉണ്ട്. നമ്മൾ 50 മിനിറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിലും FVGs ഉണ്ട്. ഓക്കെ, ഏകദേശം സെയിം ആണ് ആ FVGയും കാര്യങ്ങളൊക്കെ. നമ്മൾ 1 ഹവറിന് എടുക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു 1 ഹവറിലോട്ട് മാർക്കറ്റ് വന്ന് 5 മിനിറ്റിൻ്റെ ബ്രേക്ക് സ്ട്രക്ചറും കാര്യങ്ങളും. ഓക്കെ, ഒരു മിനിറ്റ്, FVGയിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് ഈ ഫിബൊനാച്ചി എന്ന് പറയാം. ഓക്കെ, ഇതാണ് അവിടെ സംഭവിച്ചത് നോക്കാം. യെസ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടച്ച്. അപ്പോൾ നമുക്ക്
കാര്യമായിട്ടുള്ള ഇവിടെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു ഇതിനെ സ്വീപ്പ് ചെയ്തൊരു ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻട്രിയും കാര്യങ്ങൾ നോക്കാം. ഒരു കണ്ടിന്യൂഷൻ എൻട്രി ഓക്കെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ ആണ് മാർക്കറ്റ് ആ ഒരു ഇംബാലൻസ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. യെസ് ഓക്കെ മാർക്കറ്റ് താഴെയുള്ള FVGയിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. യെസ് മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ ഇത് കളയാം. ഓക്കെ അപ്പോൾ മാർക്കറ്റ് യെസ് 4 ഹവറിൻ്റെ ആ ഒരു ഇംബാലൻസിലോട്ടാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ യെസ് ആ ഒരു 4 ഹവറിൻ്റെ ആ ഒരു ഇംബാലൻസിലോട്ടാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം മാർക്കറ്റ് ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഹവറിൻ്റെ ഇംബാലൻസസും കൂടി ഉണ്ട്, 4 ഹവറിൻ്റെ ഇംബാലൻസും ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ മോഡൽ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, സിംഗ്ലോഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ ഇത് നമുക്കിനി ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് ആണ് വേണ്ടത്. യെസ് ഇതൊരു മാർക്കറ്റ് ഷിഫ്റ്റായി, ഇതൊരു സ്വീപ്പ് മോഡൽ മാർക്കറ്റ് ഷിഫ്റ്റായി. ഓക്കെ ഇതൊരു ബ്രേക്കോ സ്ട്രക്ചർ. ദെൻ നമ്മളുടെ ഈ ഒരു മാർക്കറ്റ് ഷിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ഇംബാലൻസ് ആണ് നമ്മളുടെ എൻട്രി പോയിന്റ്. ഓക്കെ ചില കാര്യങ്ങൾ തൊട്ടടുത്ത് സിംഗ് ലോയിൽ വെക്കുക. നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് സിംഗ് ഹൈ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ്. ഇതാണ് നമ്മുടെ ഏകദേശം ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്. ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതും കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് BA ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ലിക്വിഡിറ്റി എടുത്തിട്ടും റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവാം. ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ആവാം, ഈ ലിക്വിഡിറ്റി വേണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ആവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാം. ഓക്കെ സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. തൊട്ടടുത്തുള്ള സിംഗ് അതായത് ഇന്റേണൽ ആയിട്ടുള്ള ലിക്വിഡിറ്റീസും കാര്യങ്ങളുണ്ടാവും. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് തൊട്ടടുത്ത് എടുക്കുന്ന ലിക്വിഡിറ്റീസും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ BA ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർഷ്യൽ ചെയ്യാം. മാക്സിമം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് Bയും കാര്യങ്ങളും ആക്കാം, അല്ലെങ്കിൽ ഒരു 80-50% ആണെന്നുണ്ടെങ്കിൽ പാർഷ്യൽ ചെയ്യാം. നമുക്ക് ഫൈനലായിട്ട് TP ഇവിടെ നോക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ ഓക്കെ അപ്പോൾ ആ ഒരു എൻട്രിയും സക്സസ്ഫുള്ളായി. ദെൻ നമുക്ക് ഈ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ FVGs ഇങ്ങനെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു AMD തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അക്യുമുലേഷൻ ആയിരുന്നു, ഇതൊരു മാനിപ്പുലേഷൻ. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. കാരണം ഇതൊരു 4 ഹവറിൻ്റെ FVG കൂടി ആയിരുന്നു. അപ്പോൾ ഇവിടെ ദെൻ ഒരു അക്യുമുലേഷൻ, ദെൻ ഒരു മാനിപ്പുലേഷൻ, ദെൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കാം. യെസ് മാർക്കറ്റ് ഈ ഒരു ലോ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇവിടെ ഇനി എങ്ങനെയാണ് ഈ ഒരു ഏരിയകൾ. നമുക്ക് നമ്മുടെ ഫിബൊനാച്ചി എടുക്കാം, ദെൻ ഈ ലോ ടു ഹൈ എടുക്കാം. നമുക്ക് 1 ഹവറിലേക്ക് പോകാം. ഇതാണ് യെസ് നമുക്ക് 1 ഹവർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു മാർക്കിങ്. നെക്സ്റ്റ് ക്യാൻഡിൽ 3:30 ആകുമ്പോഴാണ് ഓപ്പൺ ആവില്ല. ഓക്കെ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു ബുള്ളിഷ് 4 ഹവർ ക്യാൻഡിൽ ക്ലോസ് ആയി നിൽക്കുന്നത്. ഓക്കെ യെസ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 25 to 30 ആ റേഞ്ചിൽ തന്നെ ഒരു 1 ഹവറിൻ്റെ ബാലൻസസും കാര്യങ്ങളുണ്ട്. ഓക്കെ അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഫസ്റ്റ് വ്യൂ ആയിട്ട് നമുക്ക് ആ ഒരു 1 ഹവറിൻ്റെ ആ 25 to 35 റേഞ്ച് എടുക്കാം. പിന്നെ ഓക്കെ ഇതും ഒരു നല്ല POA ആണ്. ഓക്കെ നമുക്ക് ആ ഒരു എല്ലാ ഇംബാലൻസും 1 ഹവറിൻ്റെ എല്ലാ ഇംബാലൻസും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ ദെൻ എന്നിട്ട് ആ ഫിബ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ദെൻ ആ ഒരു 4 ഹവർ കഴിഞ്ഞു, ദെൻ അടുത്ത 4 ഹവർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ FVGയിലേക്ക് വന്നിട്ടുണ്ട്, 1 ഹവറിൻ്റെ FVGയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ എന്താണ് വേണ്ടത്? ഓക്കെ യെസ് ഇതാണ് നമ്മൾക്കിവിടെ ഒരു ഹൈ ലോ, അങ്ങനെ മാർക്കറ്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഹൈ ലോ ഇനി ലോനെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ്
ജസ്റ്റ് നമുക്ക് ഈ ഒരു ലോനെ സ്വീപ്പ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് സ്ട്രക്ചർ അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് സ്വീപ്പ്. ഓക്കെ, നമുക്ക് സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഇനി ഒരു ബ്രേക്ക് സ്ട്രക്ചർ കൂടെ കിട്ടിയാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള FVGയിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി FVG ക്രിയേറ്റ് ആയി. FVGയിലെ ഈ ഒരു FVG ഫിൽ ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടില്ല. ബ്രേക്ക് സ്ട്രക്ചർ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചാടി കയറി കഴിഞ്ഞാൽ നമുക്ക് എസ്എല്ലും കാര്യങ്ങളൊക്കെ അടിക്കും. യെസ്, നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് സ്ട്രക്ചർ ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചറിലും ഈ ഒരു ഇംബാലൻസ് മാർക്കറ്റ് എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇംബാലൻസിൽ നമുക്ക് എൻട്രി വെച്ചെടുക്കാം. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കാണ്. മാർക്കറ്റിന് ചിലപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ഉള്ളിലോട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഓൾറെഡി അവിടെ രണ്ട് ഇംബാലൻസ് ഗ്രാബ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് എസ്എല്ലും കാര്യങ്ങളും ഈ ഒരു ലോയിലായിട്ട് ഈ ഒരു ഇംബാലൻസ് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഫസ്റ്റ് FVG പ്രിഫറൻസ് കൊടുക്കാം. ഈ FVGയിൽ വന്നിട്ടായിരിക്കും മാർക്കറ്റ്, ഈ FVGയോട് ക്രിയേറ്റ് ആയിട്ട് ഈ ഒരു FVGയിൽ വന്നിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു നമുക്ക് ആ ഒരു എൻട്രി കിട്ടിയില്ല. നമ്മൾക്ക് ആ ഒരു നമ്മൾ റൂൾ ഫോളോ ചെയ്യണം. നമുക്ക് ആ ഒരു നല്ലൊരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. നമുക്ക് ആ ഒരു ഇംബാലൻസിൽ നമ്മൾ എൻട്രി കാര്യങ്ങൾ വെച്ചു. അപ്പോൾ അതിൽ റീടെസ്റ്റ് ഒന്നുമില്ല. സംടൈംസ് ഇങ്ങനെ ഉണ്ടാവാം. നമ്മുടെ ആ ഒരു അനാലിസിസ് കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു, എൻട്രി കിട്ടാതെ പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ദെൻ ഈ ഒരു ലിക്വിഡിറ്റി ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മാർക്കറ്റിലെ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ കണ്ടുപിടിച്ച് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽസിൽ എൻട്രിയും കാര്യങ്ങളും കയറുന്നത്. ഓക്കെ, അഗെയിൻ ഒരു ബിഗ് മൂവ് ആണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ഒരു ബാലൻസസും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു എൻട്രിയിൽ നമുക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, എങ്ങനെയാണ് ഒരു 4 hour ക്യാൻഡിൽ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.